ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്പനിയിൽ കണ്ട പോലെ തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് എല്ലാവർക്കും ചെയ്തു നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമിൻ്റെ റെമഡി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റെമഡി തയ്യാറാക്കാനായിട്ട് നമുക്ക് ആകെപ്പാട് മൂന്നേ ഇൻഗ്രീഡിയൻറ്റ് മാത്രം മതി കേട്ടോ. ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീടുകളിൽ നമ്മൾ 365 ദിവസം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. എസ്പെഷ്യലി നമ്മുടെ കേരളീയർ ഇത് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കാര്യമാണ് കേട്ടോ. അതാണ് നമ്മളിതിന് ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് എടുത്തിരിക്കുന്നത്. ബാക്കി രണ്ട് ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ DIY ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ ഇത് ഉണ്ടായിരിക്കും. ഇത് ഇനി ഒരു പക്ഷേ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ ഇപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് നമ്മുടെ മെഡിക്കൽ ഷോപ്പ് ഓപ്പൺ ആയിരിക്കും അല്ലേ. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇത് കിട്ടും. മെഡിക്കൽ ഷോപ്പിൽ എന്തായാലും ഈ ബാക്കി രണ്ട് പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ നിങ്ങളത് ഇല്ലെങ്കിൽ നിങ്ങളത് മേടിക്കുക, ഉണ്ടെങ്കിൽ നമുക്കിത് പെട്ടെന്ന് തന്നെ ഇന്ന് തന്നെ ഇതങ്ങ് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഇത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നിനെ നല്ലവണ്ണം ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കും. നമുക്ക് പ്രായമാവും തോറും ഉണ്ടാകുന്ന ആ ഒരു ചുളിവും വരളെല്ലാം നീക്കി നമ്മുടെ സ്കിന്നെ നല്ല എങ്ങായിട്ട് വെച്ചിട്ടും കൂടുതൽ നല്ല ബ്രൈറ്റ് ആൻഡ് ഗ്ലോയിങ് ആയിട്ട് ഇരിക്കുകയും ചെയ്യും. ഈ ഒരു ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാം. നമ്മളൊരു ഉണക്കമുന്തിരി അങ്ങ് എടുക്കുക. ഉണക്കമുന്തിരി കാണാൻ എങ്ങനെയാണ് ഭയങ്കര ചുക്കി ചുളിഞ്ഞ് ഒരു ഭംഗിയില്ല അല്ലേ. പക്ഷെ നമ്മളത് വെള്ളത്തിലങ്ങ് ഇട്ട് കുറച്ച് നേരം അങ്ങ് കുതിർക്കാൻ വെക്കുകയാണെങ്കിലോ അതങ്ങ് വീർത്ത് നല്ല ഭംഗിയായിരിക്കും. അതാണ് ഈ ഒരു ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞത് കേട്ടോ. നമുക്ക് ഇത് ഉപയോഗിക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നും ഇത് തന്നെയാണ്. നമ്മുടെ സ്കിന്ന് നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് ഹൈലറോണിക് ആസിഡ് എന്ന് പറഞ്ഞൊരു സിറം കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിന്നിന് ഇതുപോലെ നല്ല ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ടും നല്ല ഭംഗിയിൽ വെക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതാണ്. ആ ഒരു സിറം അടക്കം നമ്മുടെ ഈ ഒരു ക്രീമിന് മുന്നിൽ തോറ്റു പോകുന്ന ഞാൻ പറയുള്ളൂ കേട്ടോ. നമ്മുടെ സാധാരണക്കാരുടെ ഒരു ഹൈലറോണിക് ആസിഡ് കൂടിയാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഈ ഒരു റെമഡി എന്ന് പറയുന്നത് കേട്ടോ. അത്രയും സൂപ്പറായിട്ടുള്ള 3 കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇത് ഫുള്ളായിട്ടൊന്ന് കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്താലോ. നമ്മുടെ കേരളീയരുടെ ഇഷ്ട ഭക്ഷണമായിട്ടുള്ള ചോറാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്കറിയാം, കൊറിയൻസ്, ജാപ്പാനീസ്, ചൈനീസ് ഒക്കെ ഉപയോഗിച്ച് വരുന്നത്, അവരുടെ സ്കിൻ കെയറിൽ ഉപയോഗിച്ച് വരുന്ന മെയിൻ ആയിട്ടുള്ള ഘടകം എന്ന് പറയുന്നത് റൈസ് തന്നെയാണ്. അപ്പോൾ അതാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് വെച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ഹൈലറോണിക് ആസിഡ് ക്രീം തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതും നമ്മുടെ സാധാരണക്കാരുടെ ഹൈലറോണിക് ആസിഡ് ക്രീം കേട്ടോ. അപ്പോൾ നമുക്കിത് തയ്യാറാക്കാം. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഉപ്പിടാത്ത ചോറും കുറച്ച് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. നമ്മൾ ചോറ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതൊന്ന് മാറ്റിയതെടുത്താണ് കേട്ടോ. എന്നിട്ട് ഒട്ടും നനവില്ലാത്ത ഒരു മിക്സി ബൗൾ എടുത്തിട്ട് അതിനകത്തിട്ട് അടിച്ച് പേസ്റ്റാക്കി മഷി പോലെ അങ്ങ് ആക്കി കൊണ്ടുവരിക. അതിനുശേഷം ഞാനിതവിടെ ഒട്ടും തന്നെ നനവില്ലാത്തൊരു ബൗളും അങ്ങ് വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അടിച്ചെടുത്തിട്ടുള്ള ഈ ഒരു റൈസ്, നമ്മുടെ ഈ ഒരു ചോറ് ഇതിനകത്ത് ഫിൽറ്റർ ചെയ്തെടുക്കാൻ കേട്ടോ. ഫിൽറ്റർ ചെയ്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തരിതരിപ്പൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളിത് എത്ര തന്നെ ഫിൽറ്റർ ചെയ്താലും നമ്മൾ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് വൈറ്റ് പാച്ചസ് ആയിട്ട് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങളത് കാര്യമാക്കേണ്ടതില്ല. അപ്പോൾ നമുക്കിത് ഈ ഒരു റൈസ് ക്രീം ഇത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്, നമ്മൾ ഇതിനകത്തേക്ക് വേറെ ഒന്നും ചേർത്തിട്ടില്ല, വെറും ചോറും ആ ഒരു കഞ്ഞിവെള്ളം മാത്രമേ ഉള്ളൂ കേട്ടോ, ഉപ്പിടാത്ത കഞ്ഞിവെള്ളം ചോറും. അപ്പോൾ അത് എത്രത്തോളം കിട്ടിയിട്ടുണ്ട്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ക്രീമാണ് കേട്ടോ. നമുക്ക് ഇപ്പോൾ തന്നെ ആ ഒരു ക്രീമിൻ്റെ ടെക്സ്ചറിലാണ് ഇരിക്കുന്നത് നമ്മുടെ ഈ ഒരു കൂട്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലിസറിൻ ആണ്. ഗ്ലിസറിൻ 1 ടീസ്പൂണോളം ഞാൻ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ടേബിൾ സ്പൂൺ അല്ല, ടീസ്പൂണാണ് കേട്ടോ. പിന്നീട് വേണ്ടത് റോസ് വാട്ടർ ആണ്. അപ്പോൾ ഞാനിവിടെ വീട്ടിലുണ്ടാക്കിയിട്ടുള്ള ഹോം മെയ്ഡ് റോസ് വാട്ടർ അതിനകത്ത് ചേർത്ത് കൊടുക്കുന്നത് നമുക്കിവിടെ 1-2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് സ്മെല്ല് വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് സ്മെല്ല് ഒട്ടും നിർബന്ധമില്ല, സ്മെല്ല് നമ്മുടെ മൂക്കിനാണ് കേട്ടോ, നമ്മുടെ സ്കിന്നിനല്ല. അപ്പോൾ അത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതിനകത്തേക്ക് എസൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ ഫ്രാഗ്രൻസ് ഓയിലൊക്കെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ വെട്രിവേരിൻ്റെ ഫ്രാഗ്രൻസ് ഓയിലാണ് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കി കൊണ്ടുവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ക്രീം റെഡി കേട്ടോ. ഇനി ഇത് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകിച്ച് സമയത്തിൻ്റെ കാര്യമൊന്നുമില്ല. നിങ്ങൾ എപ്പോഴാണോ ഫ്രീ ആയിട്ട് ഇരിക്കുന്നത് അന്നേരം നിങ്ങൾക്ക് ഇതങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിത് അപ്ലൈ ചെയ്ത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മുടെ സ്കിന്ന് നന്നായിട്ട് അങ്ങ് വെലിഞ്ഞു മുറുകുന്നതായിട്ട് ഫീൽ ആവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് നനഞ്ഞ ടവൽ ഉപയോഗിച്ചിട്ട് അതങ്ങ് തുടച്ച് കളയാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ക്രീം നമുക്ക് ഒരാഴ്ച വരത്തേക്കുള്ളത് മാത്രം ഉണ്ടാക്കി വെച്ചിരുന്നാൽ മതി. നമുക്ക് ഫ്രിഡ്ജിൽ വേണം സ്റ്റോർ ചെയ്യാനായിട്ട്. അത് ഒരാഴ്ചക്കുള്ളത് ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം നമുക്ക് വീണ്ടും പുതുതായിട്ട് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ അങ്ങ് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് കുറച്ച് ദിവസം ഉപയോഗിക്കുമ്പോൾ തന്നെ നിങ്ങളുണ്ടാവുന്ന ആ ഒരു മാറ്റം നിങ്ങൾ താഴെ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇനിയൊരു പുതിയ വെറൈറ്റി വീഡിയോയുമായി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.